എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. രാമായണത്തെപ്പറ്റി നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞത് രാമായണ മാസമായതുകൊണ്ട് ഇന്നതിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യൂട്യൂബ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ആരൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രാമായണം 24 വൃത്തം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. എത്ര പേര് കേട്ടിട്ടെന്ന് അറിയില്ല. അതിൻ്റെ മുഴുവൻ പേരാണ്, വേറെ ഒരു ഭാഗിച്ച് വെച്ചിട്ടൊന്നുമല്ല, ഒറ്റ പേരാണ് രാമായണം 24 വൃത്തം. അത് വൃത്തമോ വ്യാകരണമോ അങ്ങനെയുള്ള സാഹിത്യത്തിൻ്റെ കാര്യങ്ങളൊന്നുമല്ല. വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം 24 ഭാഗം എന്നൊക്കെ ഉള്ളതുള്ളൂ. കിളിപ്പാട്ട് രാമായണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയതുപോലെ അദ്ദേഹം നമ്മുടെ അധ്യാത്മരാമായണം വ്യാസമഹർഷിയുടെ സംസ്കൃതത്തിലുള്ളത് മലയാളികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കിളിപ്പാട്ടാക്കിയത്. അദ്ദേഹം തന്നെയാണ് ഈ രാമായണം 24 വൃത്തം എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രന്ഥത്തിലേക്ക് മാറിയിരിക്കുന്നത്. അത് വാമൊഴിയായിരുന്നു ആദ്യം എല്ലാവരും പാടി 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 പതിഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു. പണ്ടൊക്കെ നിലത്തെഴുത്തിൻ്റെ ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒരു 45-50 വയസ്സായവർക്കൊക്കെ ഏകദേശം ഓർമ്മയുണ്ടാവും. പണ്ട് ആശാട്ടി വന്ന് നിലത്ത് മണ്ണിലൊക്കെ എഴുതിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആദ്യം വിദ്യാഭ്യാസമൊക്കെ തുടങ്ങുന്നത് അല്ലേ. നല്ല 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മണ്ണിലൊക്കെ എഴുതി കാ കീ കൂ എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് പണ്ടുള്ള കാലഘട്ടത്തിൽ നിലത്തെഴുത്ത് കഴിഞ്ഞാൽ ആൺകുട്ടികൾ രാമായണം മഹാഭാരതം ഭാഗവതം ഭഗവത്ഗീത ഇങ്ങനെയൊക്കെ വായിക്കും. പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകമായിരുന്നു ഈ പറയുന്ന രാമായണം 24 വൃത്തം എന്ന് പറയുന്ന ആ ഒരു കാര്യം. അത് വാമൊഴിയായിട്ടായിരുന്നുവെങ്കിലും 1937 എസ് ടി റെഡിയർ ആൻഡ് സൺസ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് പുസ്തകമായിട്ടുണ്ട്. അത് 24 പാർട്ടാണ് എന്നേ ഉള്ളൂ. പക്ഷെ സമ്പൂർണ്ണ രാമായണം 24 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ 20 ഭാഗത്തോളം പൂർവ്വരാമായണം, രാമരാജ്യ വർണ്ണന വരെയാണ്. 21, 22, 23, 24 ഉത്തര രാമായണമായിട്ട് വരുന്നത്. പക്ഷെ എന്ത് രസമാണെന്നറിയോ, അതിൻ്റെ ആലാപനം വളരെ രസമാണ്. ഓരോ നമ്മൾ ഇങ്ങനെ പാടി പാടി പതിഞ്ഞ ഒരു ട്യൂണിൽ തന്നെയാണ് എല്ലാം. അത് പ്രത്യേകിച്ച് അവർ എഴുതിയിട്ടുമുണ്ട്. ഓരോ വൃത്തവും ഓരോ ഭാഗവും ഓരോ രീതിയിലാണെന്ന്. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ഭജന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ നാമജപ രൂപത്തിൽ ചൊല്ലി ഇതങ്ങ് മനസ്സിൽ പതിയും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് എനിക്കൊരു തമാശ തോന്നിയൊരു കാര്യങ്ങളാണ് ഇതെല്ലാം. കാരണം നമ്മൾ പലതും പാടി പാടി പതിഞ്ഞ് കേട്ടിരിക്കുന്നതാണ് ഒരു ചെറിയ പ്രായത്തിലുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ വരുന്നത് ഇത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയതാണെന്നുള്ളത് പ്രസിദ്ധമാണ്. ഇത് വളരെ പുരാതന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം തന്നെയാണ്. പക്ഷെ പലരും പറയുന്നു അദ്ദേഹം അല്ല എഴുതിയതെന്ന്. പക്ഷെ സാഹിത്യ പഞ്ചാൻ പി കെ നാരായണപിള്ള അവർ പറയുന്നത് തീർച്ചയായിട്ടും ഇത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നെ എഴുതിയതാണ്. കാരണം അദ്ദേഹം എഴുതിയ കിളിപ്പാട്ടിനോട് ഒരുപാട് സാദൃശ്യം ഈ പറയുന്ന രാമായണം 24 വൃത്തത്തിനുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ നോക്കിക്കോളൂ, വിച്ഛിന്നാഭിഷേകം വന്ന രാമായണത്തിൽ വനയാത്ര പോകുമ്പോഴേക്ക് അമ്മയോട് കൗസല്യദേവിയോട് ഒന്ന് ശ്രീരാമസ്വാമി പറയുമ്പോൾ ഇത് പറയാൻ വേണ്ടി ചെല്ലുമ്പം അമ്മ പെട്ടെന്ന് വരും, അങ്ങനെ ഇരിക്കും, എന്താ നിൻ്റെ മുഖം വാടി നിനക്ക് വിശക്കുന്നോ എന്ന് ചോദിച്ചിരുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴേക്കും ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഭജിക്കാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം. മുൽപ്പാട് കേകയപുത്രിയാമമ്മയ്ക്ക് മൽപ്പിത 2 വരം കൊടുത്തിട്ട് ഞാൻ ഒന്ന് ഭരതനെ വാഴിക്കുകയെന്നും മറ്റൊന്ന് എന്നെ വനത്തിലയക്കുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സിമ്പിളായ ലാംഗ്വേജിലാണ് ആ കാര്യം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അതേപോലെ തന്നെയാണ് ഈ രാമായണം 24 വൃത്തത്തിലും പല ഭാഗത്തും കാണുന്നത്. അപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനങ്ങളിലേക്ക് പ്രചാരം ഉണ്ടാവാൻ വേണ്ടി എഴുതുക തന്നെയാണെന്നാണ് സാഹിത്യ പഞ്ചാനടക്കം അത് ഉറപ്പിച്ച് പറയുന്നത്. കാരണം നമ്മൾ അതിനകത്തെ വരികൾ ഒരിക്കൽ കേട്ടാൽ നമുക്കത് മറക്കാൻ പറ്റുന്നത്. എൻ്റെ കുഞ്ഞുകാലത്തൊക്കെ ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ 5ാമത്തെ ഖണ്ഡത്തിൽ വിച്ഛിന്നാഭിഷേകവും വനയാത്രയൊക്കെ പോകുമ്പം ശ്രീരാമസ്വാമി വന്ന് സീതാദേവിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വനത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ സീതാദേവി പറയും ഞാനും കൂടെ വരികയാണ്, ഞാനും വരുന്നു, പതിയെ പിന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാനും വനത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, വൈദേഹി പോരേണ്ട ബാലേ, വൈദാഹശാന്തിക്ക് ഉപായങ്ങളില്ലേ,
ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദവ്യഥയ്ക്കങ്ങ് ശ്രീരാമരാമ. അതിനകത്തെ ഓരോ 4 വരി കഴിയുമ്പോഴും ശ്രീരാമ കീർത്തനമുണ്ട്, ശ്രീരാമസ്തുതിയുണ്ട്, അല്ലെ കൃഷ്ണസ്തുതിയുണ്ട്, മുകുന്ദസ്തുതിയുണ്ട്. ഇങ്ങനെയാണ് ഓരോ ഭാഗത്തും വൃത്തത്തിനും 4 വരിക്ക് ശേഷം ഒരു നമസ്കാരം കൂടി ഉള്ളതാണ്. അതിനൊരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദേവി തിരിച്ചു പറയുന്നുണ്ട്, എന്നാര്യപുത്രൻ വനത്തിന് പോയാൽ പിന്നെ പുരുവാസം എന്നിന് വേണ്ടി നിന്നോട് കൂടിയിട്ട് പോരുന്ന ഞാനും എന്നാൽ മനോജ്ഞാങ്കി ശ്രീരാമരാമ. ഇതൊക്കെ നമ്മൾ അന്ന് ആ കുഞ്ഞിലെ ഞാൻ കേട്ട് പഠിച്ചതുകൊണ്ട് എനിക്കൊന്നൊരു 4-5 വയസ്സുള്ളപ്പോൾ കേട്ടാൽ ഇതെല്ലാം ഇങ്ങനെ പാടി പതിഞ്ഞ് എടുത്ത് ഇത് മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് രാമായണ 24 വൃത്തത്തിലാണെന്നുള്ളത്. പിന്നീട് അതിനെപ്പറ്റി മനസ്സിലാവുന്നത്. പക്ഷെ അന്ന് നമ്മൾ കേട്ട് ഈ ഹൃദയസ്ഥമായി, കാരണം ഇത് തന്നെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. രാമായണം എന്ന് പറയുന്നത് ഒരു വലിയ ബൃഹത്തായി നമ്മൾ വാങ്ങിക്കുക, ഒരു മാസം കൊണ്ട് വായിച്ച് തീർക്കുന്നതാണ്. പക്ഷേ 24 വൃത്തം എന്ന് പറയുമ്പോൾ 24 ഭാഗങ്ങൾ ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കാം. സമ്പൂർണ്ണ രാമായണം ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കാം എന്നുള്ളതാണ്. അപ്പോൾ രാമനവമിക്ക് ആണെങ്കിലും അല്ല കുടുംബത്തിലേതെങ്കിലും ഒരു അംഗത്തിൻ്റെ പിറന്നാൾ വന്നാലും 24 പേരെ ഇരുത്തി ഓരോരുത്തർ ഓരോരോ വൃത്തം വായിച്ച് 24 വൃത്തം തീർത്ത് നമ്മളൊരു സമ്പൂർണ്ണ രാമായണം പാരായണം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കോടിക്കോടി നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്ഭുത മഹിമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം കംപ്ലീറ്റ് രാമായണം തന്നെയാണിത്, പൂർണ്ണമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പണ്ട് അതൊക്കെ വാമൊഴിയായിരുന്നു. ഇപ്പോൾ അത് പ്രസിദ്ധീകരണം വന്നു. എസ് സി റെഡ്ഡിയർ ആൻഡ് സൺസിൻ്റെ ആണ് 1937 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നും നമ്മൾ വായിച്ച് കേൾക്കുന്ന രീതിയിൽ ഓരോ ട്യൂണിലാണ്. ഒന്നാമത്തെ സർഗം തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ ട്യൂണിലാണ്. രണ്ടാമത്തെ ആണെങ്കിലോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നമ്മൾ എപ്പോഴും വളരെ ഈസി ആയിട്ട് കേൾക്കുന്ന ഒരു ട്യൂണാണ് അല്ലേ. നമ്മളിതൊക്കെ എന്നും ഈ ഭജനയൊക്കെ പാടി നമ്മൾ അറിയുന്നതാണ്. നമ്മൾ ഹരിനാമകീർത്തനം ചൊല്ലുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 3-ാമത്തെ അധ്യായത്തിൽ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ ആ ശിവകീർത്തനം ചൊല്ലുന്നതാണ്. അതിൻ്റെയൊക്കെ ട്യൂൺ തന്നെയാണ് അല്ലേ. അതിനകത്തൊരു വ്യത്യാസവുമില്ല. അതേ മട്ട് തന്നെ എന്നവർ എഴുതിയിരിക്കുകയാണ് മുകളിൽ. അതേ പാടി പതിഞ്ഞ ട്യൂണിൽ നമ്മൾ പാടുമ്പോൾ നമുക്കങ്ങ് ഹൃദയസ്ഥിതമാകുകയാണ്. അതുപോലെ 13-ാം അധ്യായം വന്നിട്ടാണ് ആനത്തലയോളം വെണ്ണത്തരാമട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. ഇങ്ങനെ പറയുന്നത് എപ്പോഴാണ്? യശോദ അമ്മയ്ക്ക് ഭഗവാൻ ഇങ്ങനെ കോട്ടുവ വിട്ട് പൊളിച്ചപ്പോൾ അഖിലാണ്ട കോടിയും ബ്രഹ്മാണ്ടം മുഴുവനും ആ വായിക്കകത്ത് കണ്ട്, അമ്മയും കൂടി അതിനകത്ത് കണ്ട് യശോദാമ്മ പറയും പോലെ നീ വാടയ്ക്ക് എനിക്കിത് കണ്ട് സഹിക്കാൻ വയ്യ, നിനക്ക് എത്ര വേണമെങ്കിലും വെണ്ണ തരാം എന്ന് പറയുന്ന ഒരു ഗാനമാണത്. എന്നൊരു 4 വയസ്സുള്ള സമയത്ത് ഞാനത് നൃത്തം ചെയ്തിട്ടുണ്ട്, ഞാനത് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിൻ്റെ ഒന്നും ഒരു പ്രാധാന്യം പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു കസിൻ ചേച്ചി നന്നായിട്ട് പാടുമായിരുന്നു. ആ ചേച്ചി പാടി എന്നെ കൊണ്ടിത് ഡാൻസ് ചെയ്യിപ്പിക്കുമായിരുന്നു ഒരു 4 വയസ്സുള്ളപ്പോൾ. ഇപ്പോഴും ഞാനത് മറന്നിട്ടില്ല. കാരണം ആ സമയത്തുള്ള നമുക്ക് മനസ്സിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എപ്പോഴും വരും. പക്ഷേ ആ ട്യൂണാണ് 13-ാം അധ്യായത്തിന് കൊടുത്തിരിക്കുന്നുള്ളതാണ്. കാരണം നമ്മൾ ആ പാടി പതിഞ്ഞ് മനസ്സിൽ ഇരിക്കുന്ന ചില മട്ടുകൾ, ചില ട്യൂണുകൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എന്നുള്ളതാണ്. അതുപോലെ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അതൊക്കെ എന്നും സ്കൂളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിക്കൊണ്ടിരുന്ന അതിൻ്റെ ട്യൂണാണ് ഒരു ഭാഗത്തിന്. അങ്ങനെ 20-ാമത്തേതിന് രാമരാജ്യ വർണ്ണനയാണ്. അതെല്ലാം തന്നെയും വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു. അത് നല്ല നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് പറഞ്ഞതാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ. അത് നമ്മൾ നന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് 20-ാമത്തെ, എനിക്ക് തോന്നി 20-ാമത്തെ വർണ്ണത്തിനതാണ്. അങ്ങനെ 21, 22, 23, 24 അങ്ങനെ 4 ഉത്തര രാമായണത്തിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാമായണം 24 വൃത്തം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രസിദ്ധീകരണം തന്നെ വാങ്ങണം, വായിച്ച് മനസ്സിലാക്കണം. കാരണം ഇത് സമ്പൂർണ്ണ രാമായണമാണ്. നമുക്ക് രാമനവമി ദിവസമാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗത്തിൻ്റെ പിറന്നാളിൻ്റെ ദിവസമായാലും സമ്പൂർണ്ണ രാമായണം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്തതുപോലെ ചിലർ വായിക്കാറുണ്ട്. സമ്പൂർണ്ണ ഏക ദിവസ പാരായണമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് 24 വൃത്തമായിട്ടുള്ളത് കൊണ്ട്
വളരെ വളരെ സിമ്പിളായിട്ട് മലയാളികൾക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് ഗ്രാഹ്യമാവുന്ന രീതിയിൽ കഥ ഒരിക്കലും മറക്കാത്തതുപോലെ ആ വരികൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമാകുന്ന പോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ ഈ കഥകളും പറഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ കഥയും പറഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഈ വിത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് ആ പ്രായത്തിൽ തന്നെ. നമ്മുടെ സനാതനധർമ്മം എന്താണ്, നമ്മൾ എന്ത് മൂല്യമാണ് കാത്തുരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞ് ആ സർവേശ്വരന് സർവവും സമർപ്പിച്ച് നിഷ്കാമമായി സർവവും സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന് പറയാനുള്ള ആ ഒരു ആർജവം എല്ലാ കുഞ്ഞുനാൾ മുതൽ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. രാമായണം 24 വൃത്തം ഇങ്ങനെ ഒരു പുതുമയുള്ള കാര്യം നിങ്ങളോടൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ ചെയ്തത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.